പുതിയ വഖഫ് നിയമത്തിലെ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ. സർക്കാർ സ്വത്തുക്കളിൽ വഖഫിന് അവകാശവാദം ഉന്നയിക്കുവാൻ മുമ്പ് കഴിയുമായിരുന്നു. എങ്കിൽ പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ സ്വത്തുക്കളെ വഖഫാക്കി കണക്കാക്കുവാൻ സാധിക്കില്ല. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി തീരുമാനമെടുക്കും. വസ്തു വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിൽ നിന്ന് നീക്കം ചെയ്തു എന്നതാണ് അടുത്ത ഭേദഗതി. വഖഫ് ബോർഡിൽ മുസ്ലിം നിയമവിദഗ്ധൻ ഉൾപ്പെടെയുള്ളവരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വിദഗ്ധനെ ഒഴിവാക്കി പകരം ജില്ലാ കോടതി ജഡ്ജിയെയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയെയും ഉൾപ്പെടുത്തി. ഷിയ സുന്നി വിഭാഗങ്ങൾക്ക് പ്രത്യേക വഖഫ് എന്നതിലും ഭേദഗതി വന്നു. ദീർഘകാലമായി മതപരമായ കാര്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ സ്വയമേ വഖഫായി കണക്കാക്കപ്പെടുന്ന രീതിയായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ പുതിയ ഭേദഗതിയിലൂടെ വസ്തുവിന്റെ ഉടമയ്ക്ക് മാത്രമേ ഇതിന് അധികാരമുള്ളൂവെന്നും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാമിക വിശ്വാസം പിന്തുടരുന്ന വ്യക്തിക്കായിരിക്കണം ഇയാൾ എന്നും വ്യക്തമാക്കുന്നു. കേന്ദ്ര വഖഫ് കൗൺസിലിൽ എല്ലാ അംഗങ്ങളും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്ന വ്യവസ്ഥയും നീക്കം ചെയ്തിട്ടുണ്ട്. 2 മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് വഖഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാം എന്ന വ്യവസ്ഥയെ നീക്കം ചെയ്യുകയും കേന്ദ്ര സർക്കാരിന് വഖഫ് രജിസ്ട്രേഷൻ, ഓഡിറ്റുകൾ എന്നിവയിൽ നിയമം ഉണ്ടാക്കുവാൻ അധികാരം നൽകുകയും ചെയ്യുന്നു. വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഹൈക്കോടതിക്ക് ഇടപെടാം എന്ന വ്യവസ്ഥയിലും മാറ്റം വരുത്തി. പുതിയ ഭേദഗതിയിലൂടെ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ആർക്കും സാധിക്കും.